വളരെ ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം നെൽകൃഷി ചെയ്യുമ്പം ഞാറ് നടുന്ന അമ്മയ്ക്ക് ഞാറ് മുറിച്ച് അലക്കി വൃത്തിയാക്കി അത് മുറിച്ചുകൊണ്ട് കൊടുക്കുന്ന കൃഷിയൊക്കെ നടത്തി അങ്ങ് കൂടാം എന്നതിനേക്കാൾ രാഷ്ട്രീയം എന്നുള്ളത് എങ്ങനെയാണ്? വളരെ റെലവൻ്റായ ചോദ്യം അതാണ്. സണ്ണി തന്നോട് നീതി പുലർത്തിയിട്ടില്ല, താൻ നീതി പിടിച്ചു പറ്റണം എന്ന് എന്നോടൊക്കെ പറഞ്ഞു. മലബാർ രാഷ്ട്രീയത്തിലേക്ക് സണ്ണി സജീവമാവണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അല്ലേ? അത് ശരി, അതൊക്കെ നിങ്ങളെന്തോ ഇങ്ങനെ മനസ്സിലാക്കി. അപ്പോൾ എന്നോട് MLA ആയിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പട്ടിയത്ത് കിടക്കുന്നുണ്ട് റോഡിൽ. അപ്പം നമ്മൾ കേൾക്കാൻ ഒരു ഈഗോ ഇല്ലാതെ അത് കേൾക്കണം, റിയാക്ട് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാ. അപ്പോൾ ഈ പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ ഈ പണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു രാഷ്ട്രീയക്കാരന് എത്ര ആവശ്യമുണ്ട്? ഞാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തല ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ MLA അല്ലെങ്കിൽ ഐ കുഡ് ഹാവ് ലിവ്ഡ് ഇൻ എ ബെറ്റർ ഹൗസ്, ഐ കുഡ് ഹാവ് ട്രാവൽഡ് ഇൻ എ ബെറ്റർ കാർ. സാധാരണയേക്കാൾ കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഷർട്ട് മേടിക്കുന്നു. അത് കോടതി പോകുന്നതുകൊണ്ട് വരുമാനമൊക്കെ ഉണ്ട്. അതിട്ടിട്ട് ഞാൻ പോവുകയാണ്. അതിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ ഇപ്പോൾ ഡോക്ടർ അഞ്ജു. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്നെ കാണുമ്പോൾ പറഞ്ഞു, സണ്ണി ജോസഫ് എന്ന സങ്കല്പത്തിന് പോർലേറ്റു. അത് അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കും. ഭാര്യയുടെ പേര് LC. അത് നല്ല ഹൗസ് വൈഫാണ്. രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. എൻ്റെ രാഷ്ട്രീയത്തിലെ എൻ്റെ സുഹൃത്തുക്കൾ ആരാണ്, നട്ടപ്പാതിര നേരത്തും AK ആന്റണി മുന്നോട്ട് എന്ന് വിളിച്ച മുദ്രാവാക്യം. ഒരു വിഷൻ 2030 പറയൂ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ മെച്ചപ്പെട്ട ഒരു ഭരണം ആഗ്രഹിക്കുന്നു. അതിനുള്ള അർഹത അവർക്കുണ്ട്. അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അങ്ങ് KPCC പ്രസിഡന്റ് ആയ സമയത്ത് അങ്ങയുടെ കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ തീർച്ചയായും വരും, നമ്മളതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങയോട് ചോദിക്കുന്നുണ്ട്, ഒരു മലബാർ രാഷ്ട്രീയത്തിൽ പ്രമുഖനായിരുന്ന അങ്ങ് ഇന്ന് KPCCയുടെ പ്രസിഡന്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വലിപ്പത്തെ നോക്കി കാണുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇല്ല, എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടായൊരു കാലഘട്ടമാണ്. ഞാൻ KPCC പ്രസിഡന്റ് ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അവസാനത്തെ മാറ്റത്തിൻ്റെ ഒരു സമയത്ത് ആകാനുള്ള സൂചനകളും ഉണ്ടായിരുന്നു. എന്നാൽ പോലും അത് ഞാനൊരു ലക്ഷ്യം വെച്ച ഒരു ഉത്തരവാദിത്വമായിരുന്നില്ല. വളരെ ഉയർന്ന ഉത്തരവാദിത്തമായിട്ട് AK ആൻ്റണി പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാൻ ഒരു സാധാരണ KSU പ്രവർത്തകനാണ്. അതിനുശേഷം ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് തലത്തിലുള്ള കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് മാത്രമാണ്. എനിക്ക് KPCCയുടെ പ്രസിഡൻ്റ് എന്ന വലിയ ഉത്തരവാദിത്തം അത് നിർവഹിക്കാനുള്ളൊരു അവസരം കിട്ടുമെന്നോ അല്ലെങ്കിൽ അതിനായിട്ട് പരിശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ കോൺഗ്രസ്സിലെ അനുഭവങ്ങൾ, വിദ്യാർത്ഥി യുവജന സംഘടനകൾ, അതിലെ പ്രവർത്തനങ്ങളുടെ അനുഭവം, കണ്ണൂർ DCCയിൽ ഭാരവാഹിയായി പ്രസിഡൻ്റായിട്ടുള്ള പ്രവർത്തനം, MLA എന്ന നിലയിലുള്ള 3 ടീമിലെ പ്രവർത്തനം, ആ പ്രവർത്തനമാണ് എനിക്ക് അല്പമെങ്കിലും ഈ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഞാൻ യോഗ്യനാണെങ്കിൽ എന്നെ അതിലേക്ക് നിയോഗിക്കാനുള്ള കാരണങ്ങൾ അതാണെന്ന് കരുതുന്നു. അതിലെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ 8 മാസം പൂർത്തീകരിച്ചിരിക്കുന്നു. സാമാന്യേന സക്സസ്ഫുള്ളായിട്ട് തന്നെ ഇത് കൊണ്ടുപോകാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസമാണ് ഉള്ളത്. നമുക്കിനി കുറച്ചൊന്ന് പുറകിലേക്ക് പോകാം. തൊടുപുഴ മൈലക്കൊമ്പ് എന്നൊരു നാട്ടിൽ ജനിച്ച ഒരു കുട്ടി. അതിനുശേഷം അവർ 5 സഹോദരങ്ങൾക്കൊപ്പം ഇരിട്ടിയിലേക്ക് ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടൊരു കുടിയേറ്റം നടത്തുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ തൊടുപുഴയുമായുള്ള ബന്ധം, ആ ഓർമ്മകൾ അതെങ്ങനെയാണ്? അത് 2 തരത്തിലുള്ള ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്ന്, ഞാൻ LP ക്ലാസ് വരെ തൊടുപുഴ പഠിച്ചു. ആ ബാല്യകാല സ്മരണകൾ, വീട്ടിൽ ഞാൻ മൂത്തതായിരുന്നു കൊണ്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സ്നേഹം, എന്നാൽ പഠിക്കുന്നതിൽ ഞാൻ മികവ് പുലർത്തിയെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ ക്യാരക്ടറിലൊന്നും ക്യാരക്ടർ മോശം വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരുടെയും സ്നേഹം. പിന്നെ രണ്ടാമത് ഞാൻ തൊടുപുഴയ്ക്ക് തന്നെ വീണ്ടും പോകുന്നത് കോളേജിലേക്കാണ്, ന്യൂമാൻ കോളേജിലേക്ക്. അന്ന് കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ SSLC കഴിഞ്ഞ എല്ലാവരും ഇന്ന് ഉന്നത വിദ്യാഭ്യാസങ്ങൾക്ക് പോകുന്നുണ്ട് കോളേജിൽ. അല്ലെങ്കിൽ SSLC കഴിഞ്ഞാൽ പിന്നെ എവരിബഡി ഗെറ്റ് അഡ്മിഷൻ ഇൻ അറ്റ്ലീസ്റ്റ് +2 +1. അന്നതല്ല, കോളേജിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമാണ് ആ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ എന്നെ വളരെ നന്നായിട്ട് സ്വാഗതം ചെയ്തു. എൻ്റെ പേരൻസ് സാധാരണ കൃഷിക്കാരാണ്. അവരെല്ലാ വീട്ടുകാർക്കും അയൽവക്കംകാർക്കും നാട്ടുകാർക്കും അത്ര കണ്ടിഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവരെല്ലാവരും ആ കുടുംബത്തിലെ അംഗമെന്ന നിലയിലും എന്ന് പറഞ്ഞൊരു വാസ്റ്റോ റിച്ചൊന്നുമല്ല, പക്ഷേ നല്ല സാമൂഹ്യ ബന്ധങ്ങൾ, കുടുംബ ബന്ധം സൂക്ഷിക്കുന്ന വല്ല നന്മയിൽ വളർന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിഗണന എനിക്ക് കിട്ടി. അപ്പോൾ വീണ്ടും തൊടുപുഴയായിട്ട് ബന്ധപ്പെട്ട് പോകാൻ സാധിച്ചു. അപ്പോൾ വീണ്ടും അതിന് ക്ലോസ്നെസ് വന്നു. സെൻറ്റ് തോമസ് പള്ളിയും അതൊക്കെ ഓർമ്മയില്ല? സെൻറ്റ് തോമസ് പള്ളി ഓർമ്മിക്കുന്നുണ്ട്. ഓക്കെ സർ, അതുപോലെ തന്നെ നമ്മൾ ഒരു നാട്ടിൽ ജനിച്ച് ബാല്യകൗമാരങ്ങളൊക്കെ ചെലവിട്ട ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക് ഈ
മലബാറിലെ മലയോര ദേശത്തേക്കുള്ള ഒരു കുടിയേറ്റം എന്നൊക്കെ പറയുമ്പോൾ ഒരു നോവലിൽ വായിച്ചൊരു കഥ പോലെയൊക്കെയാണ് തോന്നുക. പക്ഷേ ആ ജീവിതം അനുഭവിച്ച ഒരാളോടാണ് ഇരിട്ടി ഉളിക്കലേക്കുള്ള ഒരു കുടിയേറ്റവും അവിടെ ഒരു പുതിയ ജീവിതം പടുത്തതും ആ ബാല്യവും അതൊക്കെ എങ്ങനെയാണെന്ന്. അത് നമ്മൾക്ക് അതിങ്ങനെ പ്രത്യേകിച്ച് ഫീൽ ചെയ്യില്ല. കാര്യം അന്ന് ഒരു നഷ്ടബോധം ഉണ്ടായിട്ടുണ്ട്. അന്നിപ്പോൾ ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകർ, LP-യിലെ കുട്ടികളെ കൂട്ടുകാരെയൊക്കെ കൂട്ടുകാരധികം പേരെ ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷേ ഏറ്റവും ലവിങ് ആയിട്ടുള്ള 2 ടീച്ചേഴ്സ്, ഒന്ന് ഒരു കന്യാസ്ത്രീയാണ്, സിസ്റ്റർ പെട്രീഷ്യാൻ. ആ സിസ്റ്റർ ഇപ്പം മരിച്ചു. വേറൊരു സിസ്റ്ററായി, പക്ഷേ അന്ന് ടീച്ചർ മാത്രമാണ്. അപ്പോൾ ആ ടീച്ചറോടൊക്കെ യാത്ര പറഞ്ഞു പോകുമ്പം അതൊരു വലിയ നഷ്ടബോധം, വീടും നാടും ഒക്കെ ആയിട്ടുള്ള നഷ്ടബോധം. കൂട്ടുകാരുമായിട്ട് ഇത്രയും വലിയൊരു ഇൻറ്റിമസി ഇല്ല. പ്രത്യേകിച്ച് വെക്കേഷൻ സമയത്താണ് പോകുന്നത്. അതുകൊണ്ട് അവരെയൊന്നും കാണാനോ മൊബൈൽ ഫോണോ ഗ്രൂപ്പൊന്നുമില്ലല്ലോ. അത് പിന്നെ നഷ്ടബോധം വന്നു. പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ബാലമനസ്സാണ്. പറിച്ചു നട്ടു, പുതിയ സ്ഥലത്തേക്ക് പോയി കിളിർത്തു, അവരെ വേഴ് പിടിച്ചു, അവിടെ തളിർപ്പുണ്ടായി. ആ പ്രദേശമായിട്ട് പിന്നെ ഞാൻ ചെന്ന് പെട്ട സ്കൂൾ നല്ല സ്കൂളാണ്, അഗെയിൻ നല്ല അധ്യാപകർ, നല്ല അന്തരീക്ഷം. അപ്പം ഞാൻ 5ാം ക്ലാസ്സിലാണ് ഉളിക്കല് സ്കൂളിൽ ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് എന്താന്ന് പഠിച്ചിങ്ങനെ പോകാമെന്നല്ലാതെ റാങ്കോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷനോ അതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല. 6ാം ക്ലാസ്സിലെ നല്ല സ്റ്റുഡൻ്റ് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യം, ആ സ്കൂളിലെ എൻ്റെ നല്ല എക്സ്പീരിയൻസിൽ ഓർമ്മിക്കുന്ന കാര്യം, സ്കൂൾ ആനിവേഴ്സറിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞാൽ രാത്രിയാണല്ലോ. സ്കൂൾ വാർഷികവും നാടകം, കലാപരിപാടി, അങ്ങനെയൊക്കെയുള്ള സമ്മാനം കൊടുക്കൽ, അതിന് എൻ്റെ ഫാദറും മറ്റുള്ള ആൾക്കാരാണ് പോയത്. മദർ പോലും പോവില്ല, കാരണം കുട്ടികളൊക്കെ ഉള്ളൂ. പക്ഷെ അവർ തിരിച്ചു വരുമ്പം എനിക്ക് 2 സമ്മാനം ഉണ്ടായിരുന്നു. പഠനത്തിനും സ്വഭാവത്തിനും എന്താണെന്നറിയാം, 2 സമ്മാനം എനിക്കുണ്ടായിരുന്നു. അത് 2 പ്ലേറ്റാണ്. അന്നത്തെ വസ്തി എന്ന് പറയുന്ന വലിയ പ്ലേറ്റാണ്. അതെനിക്ക് കൊണ്ടു തന്നപ്പം ഞാനും കൂടെ പോയി മേടിക്കണമായിരുന്നു. ഞാൻ മേടിക്കാത്തതിൻ്റെ നിരാശയൊന്നും തോന്നിയില്ല. പക്ഷേ അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഐ എം വൺ അമംഗ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ് എന്ന് തോന്നുന്നത്. അത് അന്നത്തെ കാലം. പിന്നെ അത് അങ്ങനെ തുടർന്നിട്ടുണ്ടാവില്ല. പിന്നെ ഈ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അന്ന് സൺഡേ വേദപാഠ ക്ലാസ് ഉണ്ട്. ബാക്കിയുള്ള സ്കൂളുകളിൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു മാർക്കിടലോ ഡിസ്റ്റിങ്ഷനോ ആരാണ് നല്ല സ്റ്റുഡൻ്റ് എന്നൊന്നും വിലയിരുത്തില്ല. പക്ഷേ സൺഡേ സ്കൂളിൽ എല്ലാ വർഷവും അവരുടെ വരെ എവാലുവേഷനുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ വർഷവും 4 കൊല്ലം എനിക്കാണ് സമ്മാനം. അപ്പോൾ ഞാൻ മേടിച്ച് അത് ചിലപ്പം ഒരു ഫോട്ടോ ആയിരിക്കും, പള്ളിയെ ബന്ധപ്പെട്ടൊരു ഫോട്ടോ ആയിരിക്കും. പക്ഷേ അത് മേടിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുന്ന ഒരു സംതൃപ്തി, അത് വീട്ടിലിങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ പുതിയ സ്ഥലമായിട്ട് വളരെ വളരെ വേഗത്തിൽ ഞങ്ങൾ മിങ്കിൾഡായി. അവിടെയും ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നുകൊണ്ട് ഗ്രാൻഡ് ഫാദർ എല്ലാവരും ഉള്ള കൂട്ടുകുടുംബമായിരുന്നു. അങ്ങനെ നന്നായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംശയം തോന്നുന്നത്, സ്വന്തം അസ്തിത്വം തൊടുപുഴക്കാരനാണോ ഇരിട്ടിക്കാരനാണോ ചോദിച്ചാൽ എന്താ പറയും? ഇപ്പോൾ ഇരിട്ടിക്കാരൻ. അതുപോലെ തന്നെ അങ്ങയുടെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴേ എപ്പോഴും ഇങ്ങനെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്ത് സംസാരിക്കാറുണ്ട്. ഞാനൊരു കർഷക കുടുംബമാണെന്ന് പറയാറുമുണ്ട്. ഈ ഇരിട്ടിയിലെ കൃഷിയും ഈ പുതിയ സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതമൊക്കെ കണ്ടു വളർന്നത് അത്തരം ഒരു ടേക്ക് അവേ ഉണ്ടായിട്ട് അതുണ്ട്. ഞങ്ങളെയൊക്കെ ലൈഫിൽ അതാണല്ലോ കൃഷിക്കാരൻ്റെ മകൻ എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുകയും, കൃഷിപ്പണിയെല്ലാം വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ, അത് വളരെ ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം വയലിൽ ഞാറ് നടുക, നെൽകൃഷി ചെയ്യുമ്പം ഞാറ് നടുന്ന അമ്മയ്ക്ക് ഞാറ് മുറിച്ച് അലക്കി വൃത്തിയാക്കി അത് മുറിച്ചു കൊണ്ട് കൊടുക്കുന്ന, അത് വിതരണം ചെയ്താൽ മതി. നടുന്നതിനനുസരിച്ച് അത് സ്കാറ്റർ ചെയ്ത് ഒരു വയലിൻ്റെ ഒരു കണ്ടെന്ന് പറയും, അവിടെ സ്കാറ്റർ ചെയ്ത് ഇടണം. ലൊക്കേറ്റ് ചെയ്തിട്ട് അമ്മയെല്ലാം വേറെ ആൾക്കാരുണ്ടാവും. ഒരു ഞാറ് നട്ട് പുറകോട്ട് വരുമ്പം അവർക്ക് ഞാറ് കിട്ടത്തക്ക രൂപത്തിൽ അതിങ്ങനെ ഇട്ട് കൊടുക്കണം, പ്ലേസ് ചെയ്യണം. അത് ഞാൻ നന്നായിട്ട് ചെയ്തു. ചെറുപ്രായത്തിൽ തന്നെ ഞാൻ എൻ്റെ ഫാദറുമായിട്ടും മദറുമായിട്ടും കൃഷിപ്പണിയിലേക്ക് അങ്ങോട്ട് അത് മിങ്കിൾ ചെയ്ത് അത് ഇഷ്ടപ്പെട്ടു. അതാണ് പിന്നീട് ഈ കർഷകരൊക്കെ വന്ന് തൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴേ പുസ്തകം നോക്കി കൃഷിപ്പണി പഠിച്ച പോലെ അല്ല നേരിട്ട് ചേരില്ല. അപ്പോൾ ഇവരുമായിട്ട് കൂടുതൽ വണ്ണമെങ്കം ഞാൻ അവരിൽ ഒരാളാണ്. അതാണ് എൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് കോളേജ് കാലം, സ്കൂൾ കാലം കഴിഞ്ഞ് ന്യൂമാൻസ് കോളേജിലേക്ക് ചേരാൻ തൊടുപുഴയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ സമയത്താണ് പൊളിറ്റിക്സിലേക്ക് ആദ്യമായിട്ട് KSUവിലേക്ക് ചേരുന്നത്. എന്തായിരുന്നു ഒരു കൃഷിയൊക്കെ നടത്തി അങ്ങ് കൂടാമെന്നതിനേക്കാൾ രാഷ്ട്രീയം എന്നുള്ളത് എങ്ങനെയാണ്? ഞാൻ വളരെ റെലവൻ്റായ ചോദ്യം അതാണ്. ഞാനൊരു സാധാരണ
ഗ്രാമീണ അന്തരീക്ഷത്തിൽ, കാർഷിക കുടുംബത്തിൽ, സാധാരണ കുടുംബത്തിൽ യാതൊരുവിധ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത വന്ന ഒരു കുട്ടി അറ്റ് ദാറ്റ് ടൈം. എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, ഞാൻ കോളേജിലെത്തി കഴിയുമ്പോൾ സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അക്കാലഘട്ടത്തിലെ പ്രത്യേകത വിദ്യാർത്ഥി സംഘടനയല്ല. സംഘടനയുണ്ട്, KSU ഉണ്ട്, SFI ഉണ്ട്, KSE ഉണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ പോലും വിദ്യാർത്ഥികളുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. അതാണെന്ന്. ഇന്നിപ്പോൾ KSU സിന്ദാബാദ്, SFI സിന്ദാബാദ്, അല്ലെങ്കിൽ മുർദാബാദ് വിളിക്കുമല്ലോ, വെല്ലുവിളികൾ. അന്നത്തെ മെയിൻ സ്ലോഗൻ ഞാനൊക്കെ കേട്ടത് വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. ബസ്, കുട്ടികൾക്ക് ബസ്സിൻ്റെ കൺസെഷൻ കിട്ടണം, ബസ് സർവീസ് വേണം. അതുപോലെ അന്നുള്ള ഡീറ്റൻഷൻ എന്ന് പറയുന്നത്, ഒരു ക്ലാസ്സിൽ നമ്മൾ മാർക്കുണ്ടെങ്കിൽ പോലും നമ്മളെ ടു ഡീറ്റെയിൻ ദെയർ, ആ ക്ലാസ്സിൽ തന്നെ നമ്മളെ തളച്ചിടുക, പാസ്സാക്കില്ല. അതിനാണ് ഡീറ്റൻഷൻ എന്ന് പറയുന്നത്. അതൊരു ശിക്ഷാ സമ്പ്രദായം. അപ്പോൾ അതിനൊക്കെ എതിരെയുള്ള സമരങ്ങളിലാണ് ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥിയായി ഞാൻ ആകർഷണമാകുന്നത്. അപ്പം ഞാൻ വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി സമരം സിന്ദാബാദ് അതിലേക്ക് വിളിച്ച് നിൽക്കുന്നു. അപ്പോൾ ഞാനൊരു സംഘടനയിലും ചേർന്നിട്ടുമില്ല. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സ്കൂളുകളിലൊന്നും, 2 സ്കൂളിൽ പഠിച്ചു. ആ 2 സ്കൂളിലും വിദ്യാർത്ഥി സംഘടനയില്ല. അപ്പോൾ ഞാൻ ചേർന്നിട്ടില്ല. കോളേജ് ചെല്ലുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്നിട്ടില്ല. പക്ഷേ ഞാൻ സ്റ്റുഡൻസിൻ്റെ ഇഷ്യൂസിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ എന്നോട് ഡിഗ്രിക്ക് എത്തിയപ്പോൾ എന്നെ കോളേജിൽ സ്വതന്ത്രനായിട്ട് കോളേജിലേക്ക് മത്സരിക്കാൻ എന്നോട് എൻ്റെ കൂടെയുള്ള കുട്ടികൾ പറയുന്നു. അപ്പോൾ എന്തോ ഞാൻ ഒറ്റ പ്രാവശ്യം 2 പ്രാവശ്യം ഒറ്റ പ്രസംഗ മത്സരത്തിൽ ചേർന്നു. ഏത് പോസ്റ്റിലേക്കായിരുന്നു അത്? സെക്കൻഡ് സ്ഥാനത്ത്. അപ്പോൾ ഞാൻ മത്സരിച്ച് തോക്കുകയാണ്. ജയിക്കാമായിരുന്നു, പക്ഷേ തോറ്റു. എൻ്റെ കാരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ 2 പ്രാവശ്യം തോറ്റു. 2ാമത്തെ പ്രാവശ്യം KSUവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് 2ാമത്തെ പ്രാവശ്യം. അപ്പോഴേക്കും വരുന്ന ഒരു ഡെവലപ്മെൻറ്റ്, അത് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റാണ്. അതിലെന്താണെന്ന് വെച്ചാൽ, അപ്പോഴാണ് കോളേജ് സമരം എന്ന് പറയുന്ന 70കളിലെ ഒരു പ്രധാനപ്പെട്ട സമരം. അന്ന് കേരളത്തിലെ വിദ്യാർത്ഥി മേഖലയിൽ, യുവജന മേഖലയിൽ ഒരു പുരോഗമന ശക്തി അത് കോൺഗ്രസ്സാണ്. AK ആൻ്റണി KPCC പ്രസിഡൻറ്റ്, PC ചാക്കോ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ്, VM സുധീരൻ KSU പ്രസിഡൻറ്റ്. ആ കാലത്തിലാണ് കോളേജ് സമരം. അപ്പോൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും, ഒന്ന് വിദ്യാർത്ഥികൾക്ക് ഫീസ് ഏകീകരണം. അതുവരെ പ്രൈവറ്റ് കോളേജിലും ഗവൺമെൻറ് കോളേജിലും 2 ഫീസായിരുന്നു. അതൊരു മുദ്രാവാക്യമാണ്, KSUവിൻ്റെ മുദ്രാവാക്യം. 2ാമത്തേത് അധ്യാപകർക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ്സ്. കോളേജ് പഠിപ്പിക്കുന്ന, എയ്ഡഡ് കോളേജ് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് മാനേജ്മെൻറ്റാണ്. ഇപ്പോൾ ട്രഷറിയിൽ നിന്ന് ഗവൺമെൻറ്റാണ്. അന്ന് ശമ്പളം കൊടുക്കുന്നത് മാനേജ്മെൻറ്റാണ്. അപ്പം ഗവൺമെൻറ് പേയ്മെൻറ്റ്സ്, ഡയറക്റ്റ് പേയ്മെൻറ്റ്സ്, അത് അധ്യാപകരുടെ ഒരു ആവശ്യമായിരുന്നു. പിന്നെ അധ്യാപക നിയമനം മാനേജ്മെൻറ്റ് മാത്രമായിരുന്നു. ഇപ്പം ഗവൺമെൻറ് പ്രതിനിധി കൂടി പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂ ബോർഡാണ് അധ്യാപക നിയമനം എയ്ഡഡ് കോളേജുകളിൽ നടത്തുന്നത്. അതിനു വേണ്ടിയാണ് KSUവിൻ്റെ സമരം. ആ സമരത്തെയാണ് കേരള ചരിത്രത്തിൽ കോളേജ് സമരം എന്ന് പറയുന്നത്. ആ സമരം ഒരു പ്രോഗ്രസീവ് മൂവ്മെൻ്റ് ആയിരുന്നു, KSUവിൻ്റെ നേതൃത്വത്തിൽ നടന്ന. അപ്പോൾ യുവജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ ഒരു പുരോഗമന ശക്തി KSU ആയിരുന്നു. വ്യക്തിപരമായ നേതൃത്വവും ഈ നേതാക്കന്മാർക്കായിരുന്നു. AK ആൻ്റണി, ഉമ്മൻചാണ്ടി, PC ചാക്കോ, VM സുധീരൻ. അപ്പോൾ ആ മൂവ്മെൻറ്റിൽ നിൽക്കാൻ എന്നോട് അവിടുന്ന് ആളുകൾ ആവശ്യപ്പെട്ടു. അതെന്നെ അട്രാക്റ്റ് ചെയ്തു. കോൺഗ്രസിൻ്റെ തത്വമോ രാജ്യത്തിൻ്റെ ചരിത്രമോ ജനാധിപത്യ മതേതര ബോധ്യമോ അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല KSUവിൽ ചേർന്നത്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളിൽ മുൻപിൽ നിൽക്കുന്ന സംഘടന KSU എന്ന നിലയിൽ ചേർന്നു. അത് പിന്നെ KSU പ്രവർത്തകനായി, നാട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി. അതാണ് എൻ്റെ രാഷ്ട്രീയത്തിലെ പ്രവേശനവും അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണവും. തുടർന്ന് കാലിക്കറ്റ് കോളേജിലേക്കാണ് വരുന്നത്, നിയമം പഠിക്കാൻ. എന്തുകൊണ്ടാണ് നിയമം പഠിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് ചോദിച്ചാൽ, എല്ലാവരും സ്നേഹത്തോടെ സണ്ണി വക്കീലെ എന്ന് വിളിക്കുന്ന ആളോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് പൊതുപ്രവർത്തകർ നിയമം അറിഞ്ഞിരിക്കണം? ഒന്ന്, ഏറ്റവും നല്ലൊരു കോഴ്സാണത്. ഞങ്ങളൊക്കെ അത് സെലക്ട് ചെയ്യുന്നത്, ലോ കോളേജിൽ പഠിക്കണം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുൻഗാമികളെല്ലാം, ഇപ്പോൾ AK ആൻ്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി, അവരെല്ലാം ലോ പഠിച്ചവരാണ്. അത് പൊളിറ്റിക്സിൻ്റെ ഒരു കളരിയായിട്ടാണ്. പോളിറ്റിക്സിൻ്റെ അത് എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചിട്ടല്ല, നിയമം പഠിച്ചിട്ടുമല്ല ഇവരാരും. അവർ പോളിറ്റിക്സിലുള്ള ആളുകൾ, വിദ്യാർത്ഥി സംഘടനയിലുള്ള ആളുകൾ എടുക്കുന്ന ഒരു കോഴ്സ്
LLB ആണ്. BEd എടുക്കാനോ എഞ്ചിനീയറിങ്ങിനോ MBBSനോ പോകുന്നതിന് പകരം എല്ലാവരും സെലക്ട് ചെയ്യുന്നൊരു കോഴ്സ് ലോയാണെന്ന് അത്രയും മാത്രമേ ധാരണയുള്ളൂ. ലോയുടെ വലിയ പ്രാധാന്യം, ലോയുടെ വലിയ സാധ്യതയൊന്നും മനസ്സിലാക്കിയിട്ടല്ല. അപ്പോൾ പിന്നെ ചേർന്ന് കഴിഞ്ഞപ്പോഴും വിദ്യാർത്ഥി സംഘടനയായിട്ട് പോയതുകൊണ്ട് നല്ല സ്റ്റുഡൻ്റ് ആകാമായിരുന്നെങ്കിൽ പോലും നല്ല സ്റ്റുഡൻ്റ് ആയില്ല. എല്ലാം പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ പരീക്ഷയൊക്കെ നന്നായിട്ട് തന്നെ എഴുതി അങ്ങ് ജയിച്ചു. പക്ഷേ പിന്നീട് പ്രാക്ടീസിങ് ലോയർ ആയപ്പോഴാണ് ലീഗൽ സ്റ്റഡി അതിൻ്റെ പ്രാധാന്യം. MLA ആകുമ്പോഴും അത് കുറച്ചും കൂടെ മനസ്സിലാവും. ലീഗൽ നോളജ്, ലെജിസ്ലേഷൻ. പിന്നെ വേറൊരു കാര്യം, അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് വരുമ്പോഴും നമുക്ക് ഏതൊരു ഉദ്യോഗസ്ഥനോടും നമുക്ക് സംസാരിക്കാനുള്ള ധൈര്യവും ബോധ്യവും വരുന്നത്, അതിൻ്റെ നോളജ് തരത്തിലേക്ക് വരുന്നതും ഒരു അഭിഭാഷകനാകുമ്പോൾ അതിൻ്റേതായ സാധ്യതകൾ കൂടുതലുണ്ട്. പിന്നെ ചില മാറ്റർ ആർഗ്യൂ ചെയ്യുമ്പം, ചില മാറ്റർ നമ്മൾ തർക്കിക്കാണല്ലോ, രാഷ്ട്രീയത്തിൽ വരുമ്പോൾ തർക്കമുണ്ടല്ലോ, അതിലും നമുക്ക് നമ്മളെ പോയിൻറ്റ്സ് ലോജിക്കലി നമുക്ക് ആർഗ്യൂ ചെയ്യാനും നമുക്ക് പ്രൂവ് ചെയ്യാനും സാധിക്കുന്നതും നിയമത്തിൻ്റെ സഹായം, പഠനത്തിൻ്റെ സഹായം കിട്ടാറുണ്ട്. ഈ കാലത്തൊന്നും നമ്മൾ സജീവ രാഷ്ട്രീയമാണ് അടുത്ത് ചർച്ച ചെയ്യാനുള്ളത്. ഈ സമയത്ത് വീട്ടുകാരോട് പറയുകയാണ് ഞാനിങ്ങനെ പൊളിറ്റിക്സിലാണെന്ന് വീട്ടുകാർ തിരിച്ചറിയുന്ന ഒരു കാലം കൂടിയാണല്ലോ. അവരെങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത്? ഒരിക്കലും അവർ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അവരെത്രയും ഒന്നും സജീവമാകുന്നോ. ഞാനിങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടെന്ന് ഫാദറിനും മദറിനും അറിയാം. അവരങ്ങേറ്റം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് അതിലൊന്നും അവർ ഇൻവോൾവ് ആവില്ല. പക്ഷേ പഠനത്തിൻ്റെ അകത്ത് പരീക്ഷ വരുമ്പോൾ അമ്മ പറയും, കൊല്ലം ഒരു വർഷം പോയാൽ പോയി, അത് പോയിട്ടുള്ള കളി പാടില്ല എന്ന് പറയുമ്പം ഞാൻ പരീക്ഷ ജയിക്കാൻ അമ്മയുടെ ആ ഉപദേശം കൊണ്ട് ഞാൻ ബാധ്യസ്ഥനാണ്. ക്ലാസ്സിൽ ഞാൻ അറ്റൻറ്റീവായിട്ട് പഠിക്കുകയോ നോട്ട് എഴുതുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാമായിരുന്ന, അല്ലെങ്കിൽ റിസൾട്ട് വരാവുന്ന എനിക്ക് പരീക്ഷ തോക്കരുതെന്നുള്ള അമ്മയുടെ ഉപദേശം അതൊരു ഡിറ്റർമിനേഷനായിട്ട് മാറുകയാണ്. അവിടെ വെച്ച് പരീക്ഷയ്ക്കും കൂടെ പഠിച്ച് എല്ലാ പരീക്ഷയും എഴുതി ജയിക്കുന്നു. ലോ കോളേജിലുള്ളപ്പോൾ ഒരു അനുഭവം തന്നെയാണ്. കാരണം അന്ന് രാഷ്ട്രീയം കൂടി. ഞാൻ നാട്ടിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം ഇരിക്കൂർ പോലെ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സിന് ഏറ്റവും ശക്തിയുള്ളൊരു സ്ഥലം ഇരിക്കൂറാണ്. കേരളത്തിലെ കോൺഗ്രസ്സിന് സംഘടനാപരമായി ഏറ്റവും ശക്തിയുള്ള അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ് ഞാൻ. ആ നിയോജക മണ്ഡലം പ്രസിഡൻ്റ് ആകുമ്പോഴാണ് ഞാൻ ലോ കോളേജ് ചേരുന്നത്, കോഴിക്കോട് ലോ കോളേജ് ചേരുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ് വിട്ടാൽ ഒരാഴ്ച ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ആ വീക്കെൻഡിന് ഞാൻ പൊളിറ്റിക്സിലേക്കാണ് പോകുന്നത്. ചിലപ്പോൾ എല്ലാ ദിവസവും കോളേജിൽ പോവില്ല. പോകുന്ന സമയത്തും ക്ലാസ് ഇരിക്കുമ്പോഴും മൈൻഡ് പോളിറ്റിക്സാണ്. അപ്പോൾ സെനറ്റിലേക്ക് മത്സരിക്കുന്നു, സിൻഡിക്കേറ്റ് മെമ്പറാകുന്നു, പിറ്റേ കൊല്ലം അതിലെ ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ മറ്റു കോളേജുകളിൽ പോകുന്നു. ക്ലാസ്സിലിരുന്ന് ശരിക്കും നിയമം പഠിച്ചില്ല, അതിൻ്റെ പോരായ്മയുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇപ്പം വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. നിയമസഭയിൽ വരുമ്പോഴാണ് ക്ലാസ്സിലിരുന്ന് കുറച്ചും കൂടെ, പക്ഷേ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിച്ചങ്ങ് ജയിച്ചു. സർ, അവിടെ നിന്ന് അടുത്ത വലിയൊരു സിനാരിയോയാണ്. ആദ്യം നമ്മൾ കണ്ണൂർ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആവുന്നു, ദെൻ DCC പ്രസിഡൻ്റ് ആവുന്നു, ഇപ്പോൾ KPCC പ്രസിഡൻറ്റ്. ഈ ഒരു വലിയ 50 വർഷക്കാലത്തോളം ഉള്ളൊരു ജേണിയുണ്ട്. ഈ ഘട്ടമായുള്ള വളർച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഗ്രൗണ്ടഡ് ആക്കാൻ, അല്ലെങ്കിൽ ഒരു വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ അങ്ങനെ എങ്ങനെ സഹായിച്ചിട്ടുണ്ട്? എന്നെ സഹപ്രവർത്തകരാണ്. രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും എൻ്റെ കൂടുതൽ സുഹൃത്തുക്കൾ മുതിർന്നവരായിരുന്നു. ഞാൻ തൊടുപുഴയിൽ നിന്ന് പോകുമ്പോൾ ഒരു സാധാരണ KSU പ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ ഞാൻ കോളേജിൽ 2 പ്രാവശ്യം KSUവിൻ്റെ ഒരു പ്രാവശ്യം KSUവിൻ്റെ, ഒരു പ്രാവശ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ടും സെക്രട്ടറി സ്ഥാനത്ത് മത്സരിച്ച് തോറ്റ ഞാൻ സത്യത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിലും ഞാൻ തോറ്റു. KSUവിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്തും ഞാൻ തോറ്റു. ആ തോറ്റതൊരു കൃത്രിമത്തെ തോൽപ്പിക്കപ്പെടുകയത്. അതിനെ തോൽപ്പിക്കാൻ നേതൃത്വം നൽകിയവരിപ്പോൾ എന്നോടത് നല്ല സൗഹൃദത്തിൽ പറയുന്നുണ്ട്, ഒരുപാട് നല്ല സൗഹൃദം. അപ്പോൾ എന്നെ കേരള യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു അനുഭവത്തിലാണ് ഞാൻ. അത്രയും ഉള്ള സമയത്ത് എന്നെ തൊടുപുഴയിൽ നിന്ന് ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും മലബാറിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകണമല്ലോ, നാട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ എന്നെ യാത്ര അയച്ച അവിടുത്തെ സീനിയറായ അന്നത്തെ ഇടുക്കി DCC സെക്രട്ടറിയായ KJ ജോൺ എന്ന കുഞ്ഞേട്ടൻ, ഇപ്പം അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, സണ്ണി നമുക്ക് KPCCയിൽ നിന്ന് കാണാം. കാരണം ഞാൻ കണ്ണൂരിൽ നിന്ന് KPCCയിലേക്ക് വരും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിലിങ്ങനെയുണ്ട്, KPCCയിൽ നിന്ന് കാണാമെന്ന് അന്നത്തെ ആ പ്രായത്തിലുള്ള
ഒരു KSU പ്രവർത്തകൻ മാത്രമായ ഏറ്റവും മാക്സിമം ഞാനൊരു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ മാത്രമാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞു വിടുക. അപ്പോൾ എന്നെ ആ പ്രതീക്ഷയിൽ കണ്ടു. നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വീണ്ടും കൃഷിപ്പണിയിൽ വ്യാപൃതനായി. അപ്പോൾ ഞാനൊരു ഒറ്റ കതർ ഷർട്ട് മുണ്ടോ എനിക്കുള്ളത്, ഒറ്റ കതർ ഷർട്ട് മുണ്ടോ ഉള്ളത്. അതിട്ട് ഞാൻ കോളേജിൽ പഠിച്ച ഒരാളെൻ്റെ ഗ്രാമത്തിൽ ഞാനുള്ളത്. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്നെ താല്പര്യമാണ്. അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി KSUവിൻ്റെ അവിടുത്തെ യൂണിറ്റ് ഉണ്ടാക്കി, യൂത്ത് കോൺഗ്രസിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കി. അവരെന്നെ കോളേജിൽ നിന്നൊക്കെ പഠിച്ച് അന്നത്തെ KSUവിൻ്റെ പ്രസംഗമൊക്കെ അവിടെ ആവർത്തിച്ചപ്പം അതൊക്കെ അവർക്ക് താല്പര്യമുണ്ടായി. എന്നെ നടന്ന് എല്ലാ ഗ്രാമത്തിലെ എല്ലാ സ്ഥലത്തും കോൺഗ്രസിൻ്റെ കമ്മിറ്റികൾ ഉണ്ടാക്കാൻ പോയി. അങ്ങനെ അവരും എന്നെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു. അന്നുണ്ടായിരുന്ന ഗ്രാമത്തിലെ 2 നേതാക്കന്മാർ, അവരൊന്നും വലിയ വിദ്യാഭ്യാസമുള്ളവരോ വലിയ പ്രാസംഗികരൊന്നുമല്ല, പക്ഷേ അവർ പ്രാക്ടിക്കൽ നോളജ് ഉള്ളവരാണ്. അതിലൊരാളെന്നോട് പറഞ്ഞു, സണ്ണി 2 കൊല്ലം കൊണ്ട് ജില്ലാതലത്തിലുള്ള ഒരു ഭാരവയാകും നേതാവെന്ന് ഞാൻ പറയുന്നില്ല, ഭാരവയാകും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് തള്ളി. ഞാൻ എന്താണെന്ന് ഒരിക്കലും ഞാൻ ലക്ഷ്യം വയ്ക്കുകയോ അതിനു വേണ്ടി പരിശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. പിറ്റത്തെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 2-2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് കണ്ടോ. അപ്പോൾ എനിക്ക് വലിയ പ്രോത്സാഹനമായിട്ടിത് എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളുടെ സഹപ്രവർത്തകരുടെ വലിയ പ്രോത്സാഹനമാണ് എനിക്ക് രാഷ്ട്രീയത്തിലെ എന്നോർത്ത് സ്ഥാനം കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച സമയത്തോ ചെറുപ്പത്തിൽ MLA ആകാൻ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്ത് പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി എനിക്ക് വലിയ പിന്തുണയോടെ എൻ്റെ പേര് K. സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം എൻ്റെ പേര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ 80% നേതാക്കന്മാരെ എൻ്റെ പേര് ഇൻ റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷേ എല്ലാ കാലത്തും ഒരിക്കൽ പോലും രാഷ്ട്രീയത്തിൽ നിരാശ വന്നിട്ടില്ല. ജീവിതത്തിലോ രാഷ്ട്രീയത്തിലോ ഒരിക്കലും നിരാശ വന്നിട്ടില്ല. എല്ലാ കാലത്തും കൂടെ നിന്നവർ ഞാൻ അർഹിക്കുന്നതിനേക്കാൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. KK ശൈലജ ടീച്ചറിൻ്റെ സീറ്റ് തിരിച്ചു വാങ്ങി അന്ന് മുതൽ ഇന്ന് വരെ MLA ആണ്. എങ്ങനെയായിരുന്നു ആ ഓർമ്മകൾ? അതിപ്പോൾ നാച്ചുറലായിട്ട് എനിക്ക് പേരാവൂർ പ്രദേശമായിട്ടുള്ള നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇരിക്കൂറാണ് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി, ഹോം കോൺസ്റ്റിറ്റ്യുവൻസി, എൻ്റെ വീടിരിക്കുന്ന പ്രദേശം. പക്ഷേ ഇരിക്കൂർ KC ജോസഫ് MLA ആണ്. അദ്ദേഹം 6 പ്രാവശ്യം ജയിച്ചു, 8 പ്രാവശ്യം ജയിച്ചു. 7ാമത്തെ പ്രാവശ്യമാണ് ഞാൻ സീരിയസ് ആയിട്ടൊരു സീറ്റിന് വേണ്ടി ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ DCC പ്രസിഡൻ്റായി. അപ്പോൾ എൻ്റെ അഭിഭാഷക വൃത്തി കുറച്ച് ബ്രേക്കായി. അപ്പോൾ വീണ്ടും തുടങ്ങി. അപ്പോൾ വക്കീലെന്ന നിലയ്ക്കുള്ള എൻ്റെ പ്രൊഫഷനിലേക്ക് അങ്ങ് പോകുന്നില്ല, സീരിയസ് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ എനിക്ക് പോളിറ്റിക്സിലൊരു അംഗീകാരം വേണം. AK എന്നോട് 2 വട്ടം പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോത്സാഹനം അത്. സണ്ണി തന്നോട് നീതി പുലർത്തിയിട്ടില്ല, താൻ നീതി പിടിച്ചു പറ്റണം എന്ന് എന്നോട് AK പറഞ്ഞു. സാധാരണ അദ്ദേഹം പറയാത്ത ഒരു വാക്ക് 2 പ്രാവശ്യം AK എന്നോട് പറഞ്ഞു. തന്നോട് നീതി പുലർത്തിയിട്ടില്ല, താൻ നീതി പിടിച്ചു വരണം. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ നൽകുന്നു. ഉമ്മൻചാണ്ടിയോട് ഞാൻ 2011 ഇലക്ഷന് മുൻപ് എനിക്ക് പേരാവൂർ ഇരിക്കൂറോ മത്സരിച്ചാൽ കൊള്ളാം, ഞാൻ ടൈറ്റായിട്ടൊന്നും പറയല, ഭീഷണിയോ പേടിപ്പീരൊന്നുമില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, തനിക്കതിനുള്ള അർഹതയുണ്ട്, താൻ ശ്രമിച്ചു, തനിക്കുള്ള അർഹതയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പേരാവൂർ സീറ്റ് വേക്കൻ്റെ കോൺഗ്രസ് അല്ല, ശൈലജ ടീച്ചർ പേരാവൂർ MLA. അപ്പോൾ ഞാൻ പേരാവൂർ സീറ്റിന് ശ്രമിക്കാം. അപ്പോൾ K. സുധാകരനോട് പറഞ്ഞു, വക്കീലെ, എന്നെ ലോഹിതി വക്കീലെന്നും വിളിക്കും, സണ്ണിയെന്നും വിളിക്കും. വക്കീലെ, നിങ്ങൾ അവിടെ പോയി നിൽക്കണ്ട, ടീച്ചർ വലിയ അതാണ്, ചെറിയ എതിരാളിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇരിക്കൂർ കിട്ടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് പേരാവൂരെ ജയിക്കാം. എങ്ങനെയാണ് ആ വിജയം? ആദ്യത്തെ വലിയൊരു വിജയം അതെനിക്ക് നല്ല വിശ്വാസമായിരുന്നു. എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. ടീച്ചർ ജയിക്കുമെന്നായിരുന്നു വിശ്വാസം. ടീച്ചർ ഞാനുമായിട്ട് ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത, ഒരിക്കൽ പോലും ആ ഇലക്ഷനിൽ പേഴ്സണലായിട്ടുള്ള ഒരു ആക്ഷേപം പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുകയാണ്, ടീച്ചർ 3ാമത് മത്സരിക്കുകയാണ്. ടീച്ചർ നേരത്തെ കൂത്തുപറമ്പ് MLA ആയിരുന്നു, പേരാവൂർ MLA ആയിരുന്നു. ടീച്ചർ സിറ്റിംഗ് MLA ആണ്. നെവർ വി ഹാഡ് മെയ്ഡ് എനി പേഴ്സണൽ കംപ്ലൈൻറ്റ്. ആശയപരമായിട്ട് മാത്രം രാഷ്ട്രീയം പറഞ്ഞു. അന്നു മുതൽ ഇന്നോളം പേരാവൂർ MLA ആണ്. എങ്ങനെയാണ് ആ നാടുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ട് എങ്ങനെയാണ്? അത് നല്ല ബന്ധം തന്നെയാണ്. അതിൽ ഈ കാലഘട്ടത്തിൽ പഴയതുപോലെയല്ല, പഴയൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഒരു ജനപ്രതിനിധി, ലെജിസ്ലേച്ചർ, MLA എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമനിർമ്മാണമാണ് അതിൻ്റെ മെയിൻ ഫോക്കസ് നമ്മൾ കൊടുക്കുന്നത്.
അപ്പോൾ കൂടുതലായിട്ട് പഠിക്കുന്ന നിയമനിർമ്മാണത്തിലോ, അന്ന് നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം നമ്മളെ നിയമങ്ങളൊക്കെ അതിൻ്റെ പ്രാരംഭ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ ഘട്ടത്തിലാണോ പാർലമെൻ്റ് ആയാലും സംസ്ഥാന നിയമസഭകളായാലും ഇപ്പോൾ ഭൂരിഷ്കരണ നിയമമാണെങ്കിലും നിയമം നിർമ്മിക്കുന്ന മോർ ഇൻവോൾവ്മെൻ്റ് ആവശ്യമാണ്. പിന്നീട് വന്ന ഒരു നമ്മുടെ രാഷ്ട്രീയത്തിലെയും നിയമസഭാ പ്രവർത്തനത്തിലെയും ഒരു ധാരണ നാടിൻ്റെ വികസന പ്രവർത്തനം കൂടി MLA യുടെ ഉത്തരവാദിത്തമാണ് എന്ന് വന്നു. കാരണം ഈ ഇലക്ഷൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇപ്പം നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ പ്രൊമോഷൻ കിട്ടും, പെർഫോമൻസ് അത്ര അസസ് ചെയ്യുന്നില്ല. വേറെ ഏത് പോസ്റ്റായാലും, എൻജിനീയർ ആണെങ്കിലും ഡോക്ടറാണെങ്കിലും ചിലപ്പം സൂപ്രണ്ടാവും, അല്ലെങ്കിൽ DMO ആവും, അല്ലെങ്കിൽ DHS ആവും. സൈൻ ചെയ്താൽ അങ്ങനെ അപകടമില്ലെങ്കിൽ അങ്ങ് പോകും. ക്ലർക്കാണെങ്കിൽ പിന്നെ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ പ്രൊമോട്ട് ചെയ്ത് പോകും. SI ആണെങ്കിൽ ചിലപ്പോൾ DYSPയോ SP ആയി പോകും. രാഷ്ട്രീയത്തിൽ അതല്ലോ, എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും നമ്മളെ ടെസ്റ്റ് നടക്കല്ലേ, നമ്മളെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രക്രിയയല്ലേ. അപ്പം ജനങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങളൊക്കെ നിൽക്കുന്നത് നല്ല ടൈറ്റുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. രാഷ്ട്രീയ ശക്തി കൊണ്ട് മാത്രമല്ല, പ്രവർത്തനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പം നന്നായിട്ട് ജനങ്ങളുടെ കൂടെ നിൽക്കാൻ വലിയ പ്രോത്സാഹനം അവിടെ എനിക്ക് കിട്ടി. മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും വലിയ പ്രോത്സാഹനം. പിന്നെ ഞാൻ വരുന്ന ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. അവരിൽ ഉമ്മൻചാണ്ടി ആണെങ്കിലും എല്ലാ മന്ത്രിമാരും, രമേശ് ചെന്നിത്തല രണ്ടാമത് മന്ത്രിയായി, മാണി സാറുണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്, ഇബ്രാഹിം കുഞ്ഞിയുടെ മരിച്ചു, അവരൊക്കെ തന്നെ PJ ജോസഫുണ്ട്. അവരുടെ എല്ലാം വലിയ സഹകരണം കിട്ടി. നാടിൻ്റെ മെയിനായിട്ടുള്ള ആവശ്യങ്ങൾ സമർപ്പിതമായിട്ട് പറയാനും അത് നേടിയെടുക്കാനും നിയമസഭയും ഗവൺമെൻറ്റൽ പ്രവർത്തനങ്ങളും ഇടപെട്ട് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടുണ്ടായി. അപ്പോൾ പിന്നെ ഇലക്ഷൻ നിൽക്കാനുള്ള കോൺഫിഡൻസ് കൂടി. ഞാൻ ശ്രദ്ധിച്ചത് അങ്ങയുടെ ആധിപത്യമുണ്ടോ, അല്ലെങ്കിൽ ഇന്ന ഒരാളിൻ്റെ ആധിപത്യം പാർട്ടിയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് പറയുന്നുണ്ട് ആധിപത്യമല്ല, പങ്കാളിത്തം. അതുപോലെ തന്നെ വലിയൊരു പവറല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് പറയുന്നുണ്ട് അധികാരമല്ല, ചുമതല. ഇത്തരത്തിലൊരു വാക്കുകളെ പുനർനിർവചിക്കുന്നത് പോലെ തോന്നിയിട്ടുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ അധികാരത്തെ, പവറിനെ അങ്ങ് ഡിഫൈൻ ചെയ്യുന്നത്, കാണുന്നത്? ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന തന്നെ വിനയം, അഹങ്കാരം വരരുത്, വിനയം തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർ ഈ എന്തെങ്കിലും ഒരു പോസ്റ്റിലേക്ക് വരുമ്പം അറിയാതെയും അറിഞ്ഞും അതിനെ അധികാരം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജനാധിപത്യ പ്രക്രിയയിൽ ഇത് അധികാരമല്ല, വേണമെങ്കിൽ ഉത്തരവാദിത്തം എന്ന് പറയാം. അതിനേക്കാൾ അതിൻ്റെ നല്ല വാക്ക് ചുമതല എന്നാണ്. ഈയിടെ ഹൈക്കോടതി പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയെ പോലും സാർന്ന് വിളിക്കണ്ടെന്ന്. ചിലർ ഭംഗ്യന്തരേണ ഒരു തന്ത്രപരമായിട്ട് പറയാറുണ്ട്, ജനങ്ങളുടെ ദാസന്മാരാണ് എന്ന് പറയാറുണ്ട് പ്രസംഗത്തിലോ. പക്ഷെ സത്യത്തിൽ ദാസന്മാരാകേണ്ടവരാണ്, ആകാൻ പരിശ്രമിക്കേണ്ടവരാണ്. കാരണം എന്താ വെച്ചാൽ നാട്ടുകാർക്ക് ആശ്രയമാരാ. അവർക്ക് ഞങ്ങളുടെ നാട്ടിലെ വില്ലേജ് ഓഫീസർ ആരാന്ന് അവർക്കറിയില്ല, പഞ്ചായത്ത് സെക്രട്ടറി ആരാന്ന് അവർക്കറിയില്ല, തഹസിൽദാർ ആരാന്ന് അവർക്കറിയില്ല, PWDയിലെ റോഡിൻ്റെ എഞ്ചിനീയർ ആരാന്നറിയില്ല, വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയർ ആരാന്നറിയില്ല, സ്ഥലത്തെ SI ആരാന്നറിയില്ല. അവർക്ക് MLA ആരാന്നറിയാം, പഞ്ചായത്ത് മെമ്പർ ആരാന്നറിയാം. കാരണം അവരുടെ കൂടി പങ്കാളിത്തത്തിലാണ് ഒരാൾ MLAയും പഞ്ചായത്ത് മെമ്പറും MP ഒക്കെ ആകുന്നത്. അപ്പോൾ അവർക്ക് ആകുന്ന വ്യക്തിയുടെ മുകളിൽ അവർക്കൊരു റൈറ്റുണ്ട്, ഒരവകാശമായിട്ടാണ് അവരുടെ ആവശ്യങ്ങൾ, പൊതു ആവശ്യവും ചിലപ്പോൾ വ്യക്തിഗത ആവശ്യങ്ങളും. അപ്പോൾ എന്നോട് MLA ആയിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പട്ടിയത്ത് കിടക്കുന്നുണ്ട് റോഡിൽ. അപ്പം നമ്മൾ കേൾക്കാൻ നമ്മൾ റിയാക്ട് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാ. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചോ ആഗ്രഹത്തിനനുസരിച്ചോ നമ്മൾ ഉയരുന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരുടെയും ആളായിട്ട് നിൽക്കാൻ വി ആർ റാദർ കമ്പൽഡ്. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അത് ശരിയായിരിക്കും. പക്ഷേ KPCC പ്രസിഡന്റ് എന്ന പോലെ ഒരു സംഘടനാ ചുമതലയിൽ ഇത് അത്രയ്ക്ക് വർക്കാവും. അത് നല്ല കൂട്ടായ്മയിലാണ് പോകുന്നത്. ഒരു മുതിർന്ന നേതാവിനെ കിട്ടുമ്പോൾ ചോദിക്കാനുള്ളത്, എല്ലാവരും മനുഷ്യരാണ്, ഹ്യൂമൻ എറേഴ്സൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പൊതുപ്രവർത്തകർ സാധാരണ മനുഷ്യരെക്കാൾ ഒരു മനുഷ്യ സഹജമായ വാസനകളിൽ നിന്നോ അല്ലെങ്കിൽ ചില ചാബല്യങ്ങളിൽ നിന്നോ ഒക്കെ എവിടെ മുകളിലേക്ക് നിൽക്കണം, എവിടെയായിരിക്കണം ജാഗ്രത പുലർത്തേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, സിനിമാ താരത്തെ കാണുന്ന പോലെയല്ല
രാഷ്ട്രീയ പ്രവർത്തകരെ കാണുന്നത്. സിനിമാ താരത്തെ നമ്മൾ സിനിമ കണ്ടില്ലെങ്കിലും ആ താരത്തിന് മൂല്യമുണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ജയിക്കില്ലല്ലോ. അപ്പം ജനങ്ങളുടെ ജഡ്ജ്മെൻറ്റിന് വിധേയരാണ്. വിധികർത്താക്കളും ജനങ്ങളാണ്. അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ, വളരാൻ, നിയന്ത്രണ വിധേയരാകാൻ പൊതുപ്രവർത്തകർ ബാധ്യസ്ഥരാണ്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയാണ്, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കാൻ നിർബന്ധിതരാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട്. കൂടുതൽ ആവശ്യമാണ്. അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 10 വാടക വീടുകളിലായിരുന്നു, പിന്നെ 3 വീടുകൾ. അത് വിൽക്കേണ്ടിയൊക്കെ വന്നത് മോളുടെ പഠനം, വിവാഹം, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടാണെന്ന്. അപ്പോൾ ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ ഈ പണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു രാഷ്ട്രീയക്കാരന് എത്ര ആവശ്യമുണ്ട്? എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്തിരിക്കുന്നത്? അതിപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർ പണ്ട് ഒരുപാട് ത്യാഗം സഹിച്ചവരുണ്ട്. ഒരുപാട് ത്യാഗം സഹിച്ച MLA ഒക്കെ ആയിട്ടും വീടില്ലാത്തവരുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മാറി. കാരണം നമ്മളെ കുടുംബത്തിലെ ആളുകൾക്ക് ജോലി ഉണ്ടാവും, മക്കൾക്ക് ജോലി ഉണ്ടാവും. പഠിപ്പിക്കുന്ന കാലത്തും അവരുടെ ജോലി വരെയുള്ള കാലത്തും നമ്മളെ പ്രയാസങ്ങളുണ്ടാവും. ഇനീഷ്യൽ സ്റ്റേജിൽ പ്രയാസങ്ങളുണ്ടാവും. പിന്നീട് അതൊക്കെ പരിഹരിച്ചു പോകുന്നു. പക്ഷേ പണം സമ്പാദന ആയിരിക്കരുത് രാഷ്ട്രീയ പ്രവർത്തകരുടെ ലക്ഷ്യം. ലളിത ജീവിതം നമ്മൾ ഏറ്റവും നടപ്പിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നോർത്ത് ജീവിത സാഹചര്യങ്ങളിൽ ആവശ്യങ്ങളൊന്നും വേണ്ടെന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് യാത്ര ചെയ്യണം, വീട് വേണം, യാത്ര ചെയ്യണം, ഫോൺ വേണം, കാർ വേണം. പിന്നെ ഒരു മനുഷ്യന് ആവശ്യമുള്ള സാഹചര്യങ്ങളെല്ലാം. ലക്സൂറിയസ് ലൈഫ്, ആഡംബര ജീവിതം കഴിയുന്നത്ര ഒഴിവാക്കുക. ഇത് തന്നെയായിരിക്കും ചെറുപ്പക്കാരോട് പറയുന്നത്. എന്തായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുക? കാരണം ഈ ചെറുപ്പക്കാരുടെ ഒരു പ്രത്യേകത, ഇവരൊക്കെ മറ്റൊരു മേഖലയിൽ പോയിരുന്നെങ്കിൽ ഫ്ലറിഷ് ചെയ്യാനും നല്ല ഉദ്യോഗത്തിലിരിക്കാനും ഒക്കെ അർഹതപ്പെട്ടവരായിരിക്കും. ഒരു കാര്യമുണ്ട്, ഇപ്പം എനിക്ക് വ്യക്തമായിട്ടറിയാം, രാഷ്ട്രീയ പ്രവർത്തകനല്ല, ഞാനൊരു അഭിഭാഷകനാണെങ്കിൽ ഇന്ന് ജീവിക്കുന്നതിനേക്കാളും ഞാൻ ഒരു ഘട്ടത്തിൽ MLA-മാരുടെ ശമ്പളം കൂട്ടുന്ന കാര്യം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആലോചിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, വക്കീലെ നിങ്ങൾ പറയാൻ പറഞ്ഞു. ഞാനന്ന് ആദ്യത്തെ ടൈം MLA ആണെങ്കിൽ പോലും ജൂനിയറായിട്ടുള്ള MLA-മാരും കുറച്ച് പേര് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ MLA അല്ലെങ്കിൽ ഐ കുഡ് ഹാവ് ലിവ്ഡ് ഇൻ എ ബെറ്റർ ഹൗസ്, ഐ കുഡ് ഹാവ് ട്രാവൽഡ് ഇൻ എ ബെറ്റർ കാർ. അഭിഭാഷക വൃത്തി കൊണ്ട് എനിക്ക് സാധിക്കുന്നതിൻ്റെ ഒരു ധാരണയുണ്ട്. ഇതിനേക്കാൾ നല്ല മോശമല്ലാത്ത വീട്ടിലിപ്പോൾ ഞാൻ താമസിക്കുന്നു. മോശമല്ലാത്ത ഒരു പഴയ കാറാണെങ്കിലും കാറിലൊരു എയർ കണ്ടീഷൻ കാറിൽ ഞാൻ യാത്ര ചെയ്യുന്നു. പക്ഷേ ഞാൻ MLA അല്ലെങ്കിൽ ഐ കുഡ് ഹാവ് ട്രാവൽഡ് ഇൻ എ ബെറ്റർ കാർ. പക്ഷേ കുറ്റബോധം ഇല്ലാത്ത എന്തുകൊണ്ട്? ഒരിക്കലും കുറ്റബോധമില്ല. ഇതാണ് എനിക്ക് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഞാൻ ആ ലളിത ജീവിതത്തിൻ്റെ സമ്പന്നനല്ലാത്ത എന്നെയാണ് പബ്ലിക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യം. ഈ പറഞ്ഞത് കൊണ്ടാണ് അതിൻ്റെ തുടർച്ചയായിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങൊരു കളർ ഡ്രസ്സ് ഇടുമ്പോൾ മോള് പറയുന്നുണ്ട് അച്ഛൻ എന്നുള്ള ഇമേജ് മാറിപ്പോയി എന്നല്ലേ? അല്ല, മോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. ഞാൻ DC സെക്രട്ടറിയാണ്, ഞാൻ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, വെള്ള ഷർട്ടാണ് ഞാൻ. അത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഡ്രസ് ശൈലിയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഞാനത് പറയാനിടയായത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു റോസല്ല ഒരു പിങ്ക് കളറുള്ള ഒരു നല്ല വിലയുള്ള, വലിയ വിലയല്ല, ഒരു 10-250 രൂപ മീറ്ററിനുള്ള ഒരു കളർ ഷർട്ട് കതറിൻ്റെ മേടിക്കുന്നു. സാധാരണയേക്കാൾ കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഷർട്ട് മേടിക്കുന്നു. അത് കോടതി പോകുന്നതുകൊണ്ട് വരുമാനമൊക്കെ ഉണ്ട്. അതിട്ടിട്ട് ഞാൻ പോവുകയാണ്. അതിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മകളിപ്പോൾ ഡോക്ടർ അഞ്ചു റോസ്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്നെ കാണുമ്പോൾ പറഞ്ഞു, സണ്ണി ജോസഫ് എന്ന സങ്കല്പത്തിന് പോറലേറ്റു. അന്ന് അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണത് പറയുന്നത്, സണ്ണി ജോസഫ് എന്ന സങ്കല്പത്തിന്. അപ്പോൾ എനിക്കത് മനസ്സിലായതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ബസ് കയറി പോകുന്ന കാലമാണ്. ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല. അവരെന്നെ ഇത് സണ്ണി ജോസഫാ പോകുന്നതെന്ന് അറിയണമെങ്കിൽ വെള്ള ഷർട്ട് ഇട്ട ആൾ പോകണം. അതാണ് മകൾ പറഞ്ഞത്. ഇന്ന് മകൾ ഡോക്ടർ അഞ്ജുവാണ്. അതുപോലെ അങ്ങ് പറയുന്നുണ്ട്, എനിക്ക് എന്നെ വിമർശിക്കാനും എൻ്റെ ഒപ്പം നിൽക്കാനും ഏറ്റവും പറ്റിയ ഒരു പങ്കാളിയെ കൂടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. ഫാമിലി ലൈഫിനെ കുറിച്ചൊന്ന് പറയാം. വളരെ സംതൃപ്തം, വളരെ സന്തോഷം. വളരെ എങ്ങനെയാണ് അവരുടെ ഒരു സപ്പോർട്ടൊക്കെ? എപ്പോഴും സന്തോഷമാണ്. പ്രൊഫഷണൽ ലൈഫ് എപ്പോഴും കയറ്റിറക്കങ്ങളൊക്കെ നേരിടേണ്ടി വരും. അതൊക്കെ വരുമെങ്കിൽ പോലും, സാമ്പത്തിക പ്രയാസമൊക്കെ വരുമെങ്കിൽ പോലും വീട്ടിൽ ചെന്നാൽ എല്ലാം വിമർശിക്കുന്നത് തന്നെ തമാശയായിട്ടാണ് വിമർശിക്കുന്നത്. പേരൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഭാര്യയുടെ പേര് എൽസി. ആൾക്ക് അറിയാമല്ലോ, കുറച്ച് പേർക്ക് അറിയാമല്ലോ.
അത് നല്ല ഹൗസ് വൈഫാണ്. രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. എൻ്റെ രാഷ്ട്രീയത്തിലെ എൻ്റെ സുഹൃത്തുക്കൾ ആരാണ്, വെൽവിഷേഴ്സ് ആരാണ്, ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ആരുമായിട്ടാണ്, യാത്ര ചെയ്യുന്ന ആരുടെ കൂടെയാണ്, എവിടെയൊക്കെ പോകുന്നു എന്നതെല്ലാം ഞാൻ തന്നെ പറയും. അവരെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്. ഇന്ന ആൾക്കാർ നല്ല ആൾക്കാരാണെന്ന് പത്രം വായിച്ചും ടി വി കണ്ടും ഉള്ള അസസ്മെൻ്റ് ഉണ്ട്. മക്കളൊക്കെ എനിക്ക് ചെറിയ പോരായ്മ വന്നാൽ അവരാണ് എൻ്റെ കറക്റ്റീവ് ഫോഴ്സസ്. ഓക്കെ, എങ്ങനെയാണ് ആ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇതെങ്ങനെയാണ് നടത്തുന്നത്? അത് ഈ പറഞ്ഞ പോലെ നല്ല പോസിറ്റീവായിട്ടാണ് പറയുന്നത്. മക്കൾ പ്രത്യേകിച്ച് നല്ല, അപ്പോൾ രാഷ്ട്രീയ ബോധ്യമാണത്, ബോധമാണ്, പങ്കാളിത്തമാണ്. എനിക്ക് അതിനെക്കുറിച്ച് നല്ലതേ പറയാൻ ഇടവരുത്തൂ എന്നവരുടെ ആ സാർത്ഥതയും സ്നേഹമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഏറെ തെറ്റ് വന്നാൽ ഡാഡി ഇങ്ങനെ ശ്രദ്ധിക്കണമായിരുന്നു എന്നവർ ഇങ്ങനെ പറയണമായിരുന്നു, അല്ലെങ്കിൽ എന്നതുപോലെയാണ് നല്ല അസസ്മെൻറ്റ്. അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ ഏതെങ്കിലും അവർ പറഞ്ഞതോ അങ്ങനെ പറയാൻ? അതിപ്പം പല കാര്യത്തിലും ഇടയ്ക്ക് വരും. സുഹൃത്തുക്കളെക്കുറിച്ചൊക്കെയുള്ള അസസ്മെൻറ്റും ഒക്കെ പറയും, നിലപാടുകളെക്കുറിച്ച് പറയും. ഈ കോൺവെർസേഷൻ ഒരു വൈൻഡപ്പിലേക്ക് എത്തുമ്പോൾ വിട്ടുപോയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉമ്മൻചാണ്ടി തന്നെ നിൽക്കുന്ന ഒരു സദസ്സിൽ അങ്ങയോട് ആരാണ് ഗുരു എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങ് എ കെ ആൻ്റണിയുടെ പേര് പറയുന്നുണ്ട്. എങ്ങനെയാണ് എ കെ ആൻ്റണി ആയിട്ടുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ബന്ധം? അദ്ദേഹം KPCC പ്രസിഡൻ്റ് ആകുമ്പോൾ ഞാനൊരു KSU പ്രവർത്തകൻ മാത്രമാണ്. പിന്നെ ഞാൻ അദ്ദേഹം ഓർമ്മിക്കാനിടയില്ല രണ്ട് കാര്യം കഴിഞ്ഞു, എന്നാൽ ഓർമ്മിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായിട്ട് നിൽക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് എനിക്ക് വരികയാണ്. സണ്ണി അയച്ച കത്ത് കിട്ടി, അത് ഞാൻ പരിശോധിക്കുന്നുണ്ട്, പരാതി പോലെ. അപ്പം ഞാൻ പ്രസിഡൻ്റ് എന്നാണ് വിളിക്കുന്നത് ഇപ്പോഴും. ഞാൻ ഒരു കത്ത് അയച്ചു, ഞാനിങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ പേരിൽ ആരോ ഒരു വ്യാജ കത്ത് അയച്ചതാണ്, ഞാൻ അങ്ങേക്കൊരു കത്ത് അയച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ആ കത്തിൻ്റെ ഉള്ളടക്കം എന്നറിയാൻ ആഗ്രഹമുണ്ട്. ആരാണതിലെ കുബുദ്ധി, എന്താണ് എന്നെക്കൊണ്ട് എൻ്റെ പേരിൽ പറഞ്ഞത്? അപ്പോൾ പുള്ളി പറഞ്ഞു അത് മറന്നേക്ക്. അതാണ് പുള്ളിയുടെ പക്വത. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ പേരിൽ വ്യാജക്കത്തയച്ചത് ആരാണെന്ന് അറിയണമെന്ന് ഞാൻ പറയുമ്പോൾ എ കെ ആൻ്റണി അത് മറന്നേക്കെന്ന് പറഞ്ഞു. അതൊരു ഉപദേശമാണ്. പിന്നെ ഞാൻ കോഴിക്കോട് ലോക്കലിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം KPCC പ്രസിഡൻറ്റ്. അപ്പോൾ എൻ്റെ നാട്ടിൽ വരുന്നത് വീക്ഷണ പത്രത്തിൻ്റെ ഫണ്ട് കളക്ഷന് വരികയാണ്. അപ്പോൾ ഉളിക്കല്ലിൽ വൈകുന്നേരം 6 മണിക്ക് നിശ്ചയിച്ച പരിപാടിക്ക് എത്തുന്നത് രാത്രി 1:30 മണിക്കാണ്. പൊടിയൊക്കെയുള്ള റോഡൊന്നും ടാർ ചെയ്തിട്ടില്ല. അപ്പോൾ വരുമ്പോൾ ഞാൻ മൈക്ക് പോയിൻറ്റിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന പയ്യനാണ്. അപ്പോൾ ഞാൻ വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യമാണ് നട്ടപ്പാതിര നേരത്തും എ കെ ആൻ്റണി മുന്നോട്ട് അന്ന് വിളിച്ച മുദ്രാവാക്യമാണ്. അപ്പോൾ അത് പുള്ളിക്കും കൂടെ ഉണ്ടായിരുന്നവർക്ക് അത് ഇഷ്ടപ്പെട്ടു. ആ മുദ്രാവാക്യം നട്ടപ്പാതിരയാണല്ലോ 1:30 മണി, നട്ടപ്പാതിര നേരത്തും എ കെ ആൻ്റണി മുന്നോട്ടെന്നാണ് എൻ്റെ മുദ്രാവാക്യം. അപ്പോൾ ആ മുദ്രാവാക്യം വിളിക്കുന്ന പയ്യൻ ആരാണെന്ന് എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഈ വീക്ഷണം ഫണ്ടിൻ്റെ അത് കേരള രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം. ആ ഫണ്ട് കളക്ഷൻ കണ്ണൂരിൽ നിന്ന് പൂർത്തീകരിച്ച് പുള്ളി കോഴിക്കോടേക്ക് പോവുകയാണ് കാറിൽ. പോകുന്ന വഴിക്ക് തലശ്ശേരിയിൽ നിന്ന് പുള്ളിക്ക് ആക്സിഡൻ്റായി. കാറ് ഒരു ബസ്സിന്, ഗീതാ ബസ്സാണെന്ന് എൻ്റെ ഓർമ്മ, ഗീതാ ബസ് കാറിനിടിച്ച് അതിൻ്റെ താടിയെല്ലിന് പൊട്ടൽ വന്നു എ.കെയുടെ. പുള്ളി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ഞാനന്ന് കോഴിക്കോട് ലോ കോളേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ കോളേജിൽ ചെന്ന് എല്ലാ ദിവസവും ആശുപത്രിയിൽ പോയി. മെഡിക്കൽ കോളേജിലെ അന്നത്തെ പുള്ളി MLA കൂടെ ആണല്ലോ എ.കെ ആൻ്റണി. അപ്പോൾ VIP പേ വാർഡിലായിരിക്കും ഉണ്ടാവുക. അവിടെ ചെന്ന് ഇങ്ങനെ സംസാരിക്കുമ്പം പ്രസിഡൻ്റ് വിളിച്ച് സംസാരിക്കുമ്പം നമ്മളെ കൂടുതൽ മനസ്സിലാക്കാനും വിദ്യാർത്ഥി പ്രവർത്തകരെല്ലാം കൂടെ ചെന്ന് അപ്പോൾ ആ ഒരു സൗഹൃദം ഇപ്പോഴും ഞാനീ പറഞ്ഞ രണ്ട് കാര്യം അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യവും ഇന്നലെയും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങളാണ്. ആ ഒരു സൗഹൃദം കൂടി പിന്നെ ആദർശത്തിൻ്റെ ഒരു കുറച്ചും കൂടി വ്യക്തതയുള്ള ദൃഢതയുള്ളത് അദ്ദേഹമാണ്. ബുദ്ധി രാഷ്ട്രീയത്തിലും ഒട്ടും മോശമല്ല. മലബാർ രാഷ്ട്രീയത്തിലേക്ക് സജീവമാവണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അല്ലേ? ഒരിക്കലും എന്നോട് പറഞ്ഞു. അത് ശരി, അതൊക്കെ നിങ്ങളെന്തോ ഇങ്ങനെ മനസ്സിലാക്കി. ഞാൻ സീറ്റ് ചോദിച്ചപ്പോൾ ചെറുപ്പത്തിൽ സീറ്റ് തരാൻ പറ്റിയിട്ടില്ല. അന്നേരം എന്നോട് രണ്ട് തോളത്തും കൈ പിടിച്ചിട്ട് പറഞ്ഞു, പഴയ MLA ഹോസ്റ്റലിൽ അദ്ദേഹത്തിൻ്റെ മുറി 219 ആ മുറിയിൽ, സണ്ണി മലബാറിലെ കോൺഗ്രസിൻ്റെ നേതൃരംഗത്ത് വരേണ്ട ആളാണ്, അതുകൊണ്ട് ധൃതി പിടിക്കരുതെന്ന് പറഞ്ഞു. അതെനിക്ക് നല്ല പാഠമായിരുന്നു. സർ, അതുപോലെ തന്നെ അറിയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ ഈ നിയമസഭയിൽ ഒരുമിച്ച് അടുത്തടുത്ത സീറ്റ് പങ്കിട്ടയാളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്.
വി ഡി സതീശനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അത് ഞങ്ങൾ കഴിഞ്ഞ ടൈമിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെയോ ഈ സീറ്റ് അലോക്കേഷനിൽ വന്നപ്പം പാർട്ടിയാണ് സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ ഒരു അടുത്തടുത്ത സീറ്റാണ് കിട്ടിയത്. അപ്പം പുള്ളി നല്ല വായനാശീലമുള്ളയാൾ, രാഷ്ട്രീയത്തിൽ സംസാരിക്കുന്നു, നന്നായിട്ട് അസംബ്ലിയിൽ പെർഫോം ചെയ്യുന്നു. എനിക്ക് രാഷ്ട്രീയത്തിലുള്ള എൻ്റെ ഞങ്ങളെ സൗഹൃദം സംഭാഷണം ശക്തിപ്പെട്ടു വരുമ്പം പുള്ളിയെ കുറേ കൂടി പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ആളാണെന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നു. എന്നോട് വക്കീൽ കുറച്ചും കൂടി ഉയർന്നു വരണം സ്ഥാനങ്ങൾ കൊണ്ട് എന്നോട് KPCC ഭാരവാഹിയാകേണ്ട ആളാണെന്ന് എന്നോട് ഇങ്ങോട്ടും, നിങ്ങൾ മന്ത്രിയാകേണ്ട ആളായിരുന്നെന്ന് ഞാൻ അങ്ങോട്ടും പരസ്പരം അസസ് ചെയ്ത് പറയുന്നു. നല്ല സൗഹൃദം. രണ്ടാമത്തെ ഗവൺമെൻറ്റിൽ ഞങ്ങൾ പ്രതിപക്ഷത്ത് വന്നപ്പോൾ, രണ്ടാം പിണറായിയുടെ കാലത്ത് പ്രതിപക്ഷത്ത് വന്നപ്പം പ്രതിപക്ഷ നേതാവായിട്ട് സതീശൻ്റെ പേര് ആദ്യമായിട്ട് ഓപ്പണായി പറയുന്നത് ഞാനാണ്. പത്രത്തിലൊക്കെ വന്നായിരുന്നു. രമേശുമായിട്ടുള്ള എല്ലാ സൗഹൃദവും നിലനിർത്തിക്കൊണ്ട് സതീശൻ്റെ പേര് പറഞ്ഞു. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് തന്നെ നിൽക്കുന്നു. അതുപോലെ കോൺഗ്രസ്സിൽ ഒരു വലിയ യുവനിര ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള ഒരു വലിയ ഒരു തോന്നലുണ്ടാക്കി. അതായത് ബൽറാമുണ്ട്, ഷാഫിയുണ്ട്, ശബരിയുണ്ട്, ഇങ്ങനെ കുറേ ആൾക്കാരുടെ പേരുകളൊക്കെ. ഈ യുവനിര ഇപ്പോഴും സജീവമാണ്. എന്താണ് അടുത്ത കോൺഗ്രസിൻ്റെ ഒരു, എങ്ങോട്ടാണ് നിങ്ങൾ വച്ച് നീട്ടാൻ പോകുന്നതെന്നുള്ള? വളരെ കഴിവുറ്റ, നല്ല വിനയമുള്ള, രാഷ്ട്രീയ പക്വതയുള്ള, നല്ല ബുദ്ധിശക്തിയുള്ള, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിരവധി ചെറുപ്പക്കാരുള്ള ഒരു പാർട്ടി. ഏറ്റവും ആ കാര്യത്തിൽ കോൺഗ്രസ്സാണ് മാർക്കിട്ടാൽ. ഇപ്പം പറഞ്ഞ ഷാഫി, അതുപോലെ തന്നെ ഇപ്പം ഐബീഡൻ, റോജി ജോൺ, ബൽറാം, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, പേര് ഞാൻ മുഴുവൻ പേരുടെയും, സിദ്ദിഖ്, ഒരുപാട് ആളുകൾ ഇപ്പോൾ ശബരിയുടെ പേര് പറഞ്ഞു, ശബരിനാഥ്, ഇപ്പോൾ തന്നെ അബിൻ വർക്കി, പുതിയ ഒരുപാട് അത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള, ഇപ്പം ചാനലുകളിലാണെങ്കിലും പൊതുവേദികളിലാണെങ്കിലും രാഷ്ട്രീയം പഠിച്ച് നന്നായിട്ട് സംവദിക്കാൻ കഴിയുന്ന ആളുകൾ, പാർട്ടിയെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ, വിനയത്തോടെ എല്ലാവരോടും സംസാരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ഇലക്ഷനിൽ ജയസാധ്യതയുള്ള നല്ല സ്ഥാനാർത്ഥികളുമുണ്ട്. യുവനിരയിൽ കോൺഗ്രസ് തന്നെയാണ് തിളങ്ങി നിൽക്കുന്നത് എല്ലാ കാലത്തും. നേരത്തെ പറഞ്ഞ AK ആന്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി കാലഘട്ടം പോലെ തന്നെ കോൺഗ്രസ്സിന് ഇപ്പോഴും തിളക്കമാർന്നൊരു യുവജന നിരയുണ്ട്. അപ്പോൾ മുന്നോട്ട് നോക്കുമ്പോൾ ഉള്ള പ്രതീക്ഷകൾ, ഇല്ലെങ്കിൽ ഒരു വിഷൻ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഒരു വിഷൻ 2030 പറയൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാവും കേരളം, കോൺഗ്രസ് രാഷ്ട്രീയം, ഇതിനെയൊക്കെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾ ഡൽഹിയിൽ 2 പ്രാവശ്യം ചെന്നപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞു, കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട ഭരണം ആഗ്രഹിക്കുന്നു, അതിനുള്ള അർഹത അവർക്കുണ്ട്, അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളോട്. അതാണ് ഞാൻ ഒരു മെയിനായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യം. കേരളത്തിലെ ജനങ്ങൾ മെച്ചപ്പെട്ട ഒരു ഭരണം ആഗ്രഹിക്കുന്നു, അതിനുള്ള അർഹത അവർക്കുണ്ട്, അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കും. അതുപോലെ തന്നെ അവസാനത്തെ ചോദ്യം, അങ്ങൊരു 50 വർഷത്തിലധികമായി സജീവ രാഷ്ട്രീയത്തിലുണ്ട്. ഇനി ഒരു ലെഗസി, അതായത് സണ്ണി ജോസഫിൻ്റെ രാഷ്ട്രീയ ലെഗസി ഇങ്ങനെയായിരിക്കണം കുറിക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ എഴുതി തീർക്കാനാണ്? അത് മറ്റുള്ളവർ തീരുമാനിച്ചോട്ടെ. അത് വ്യക്തിപരമായി ആലോചിക്കുമ്പോൾ എങ്ങനെയുള്ളൊരു രാഷ്ട്രീയക്കാരനായിരുന്നു ഞാൻ? അതിപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നൊരു ശാന്തൻ എന്നാണ് പറയുന്നത്. എൻ്റെ കൂടെ സൗമ്യതയും കൂടെ കൂട്ടിയാൽ, ഇന്നിപ്പോൾ നമ്മളെ പരിപാടിയിൽ ഷാഫി വെൽക്കം ചെയ്തപ്പോൾ എന്നെ ജെൻറ്റിൽമാൻ എന്ന് വിളിച്ചു. ഐ ആം താങ്ക്ഫുൾ ടു ഹിം, ആ പരിഗണന എനിക്ക് നൽകുന്നതിൽ. സാർ, ഒരുപാട് സന്തോഷം. തിരക്കിനിടയിൽ നിന്നാണ് ഓടി വന്നതെന്നറിയാം. വളരെ നല്ലൊരു, എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഈ സംഭാഷണം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.